നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഉറുവിലിൻ്റെ വെടിക്കെട്ട് ഇന്നിങ്സാണ് ശരിക്കും പറഞ്ഞാൽ CSKയുടെ വിജയത്തിന് അടിത്തറ പാകിയത്. അവൻ 13 പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടി. കൂടാതെ 23 പന്തുകളിൽ നിന്ന് 2 4ഉം 8 6ഉം അടക്കം 65 റൺസിൻ്റെ ഗംഭീര ഇന്നിങ്സ് കളിച്ച് CSKയുടെ വിജയം അനായാസമാക്കി. എന്നിട്ടും പക്ഷേ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അവനല്ല, അത് ജെയ്മി ഒവേർട്ടനാണ്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കാരണം അമ്മാതിരി വേഗത്തിൽ LSG അടിച്ച് കളിച്ച് പോയ ഘട്ടത്തിലാണ് ഒവേർട്ടൺ വന്നിട്ട് കളി ടേൺ ചെയ്യിക്കുന്നത്. ഓവർടൺ ആയിരുന്നു സംഭവം, ഓവർ ടേൺ ആക്കി മാറ്റിയത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിനെ പറഞ്ഞു വിടുന്നു. അതുപോലെ തന്നെ പന്തിനെ ബൗൾഡാക്കി വിടുന്നു. രഘുവൻഷിയെ പറഞ്ഞു വിടുന്നു. കിടിലൻ ബൗളിംഗ് ആണ്. 4 ഓവറിൽ 36 റൺസിന് 3 വിക്കറ്റ് എടുത്ത് അദ്ദേഹം കളി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു തെറ്റായ തീരുമാനമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കളിയിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് ഉറുവിൽ പട്ടേൽ നടത്തിയിട്ടുള്ളത്. ഉറുവിൽ അവൻ്റെ കളിയെക്കുറിച്ച് പറഞ്ഞത്, കോച്ചുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബോൾ നല്ല രൂപത്തിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ളത്. ഋതു എന്നോട് പറഞ്ഞിരുന്നു വിക്കറ്റ് ഒരല്പം ലോ ആണ് എന്നുള്ളത്, അപ്പം അതിന് റെഡി ആവണം എന്ന് ഞാൻ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞിരുന്നു. അതേ സമയം തന്നെ എന്നോട് ഒരുപാട് കാര്യമൊന്നും ഋതു പറഞ്ഞില്ല. കാരണം എന്നോട് എൻ്റേതായിട്ടുള്ള രൂപത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് ചെയ്യുകയാണ് ചെയ്തത് എന്ന് ഉറുവിൽ തൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയുന്നു. ഉറുവിലിനെ പറ്റി ഋഷഭ് പന്ത് പറഞ്ഞൊന്ന് നോക്കണം. എതിരാളികളുടെ ക്യാപ്റ്റൻ പറയുകയാണ്, ഉറുവിൽ പ്ലേഡ് എ ഫാൻറ്റാസ്റ്റിക് ആൻഡ് അൺബിലീവബിൾ നോക്ക് ലൈക്ക് ഇംഗ്ലീഷ് ഫോർ അസ്. ഞങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് കളിച്ച പോലെ അവിശ്വസനീയമായ അത്ഭുതകരമായ ഒരു ഇന്നിങ്സാണ് ഉറുവിൽ കളിച്ചത് എന്ന് അദ്ദേഹവും എടുത്തു പറയുന്നു. ഏതായാലും ജെയ്മി ഒവേർട്ടന് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടി. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഫെൽറ്റ് ഗുഡ്, ബിറ്റ് ടൈറ്റ് ഇൻ ദി എൻഡ്. പക്ഷേ കളി ജയിക്കാൻ പറ്റി, 2 പോയിൻറ്റ്സ് നേടി എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്ന് ജെയ്മി ഒവേർട്ടൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, കീപ്പിംഗ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റംസ് ആൻഡ് ട്രൈൻ ടു മേക്ക് ദം ഹിറ്റ്. അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 1-2 വിക്കറ്റുകൾ ലഭിച്ചു. ജോഷിനെ പുറത്താക്കാൻ പറ്റി, അതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റിൽ പുറത്താക്കാൻ പറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ബൗൾ ചെയ്യുന്ന പോലെയല്ല ഇന്ത്യയിൽ ഞാൻ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ബോഡി എങ്ങനെയാണ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ഇവിടെ കുറച്ച് നിഗിൾസ് ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഏതായാലും മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഒവേർട്ടൺ നടത്തിയത്. അതിൻ്റെ ഫലം കൂടിയാണ് CSKയുടെ വിജയം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.